സനോജ്, ഇപ്പോൾ ഈ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നത്. കാരണം വേടൻ പറയുന്ന രാഷ്ട്രീയം കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തിന് വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വേടനാകട്ടെ ഒരു കീഴാളന്റെ വേദനവും രോഷവും ഒക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ പ്രകടിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ ഒരു വലിയ കൂട്ടം ആരാധകരെയും, പ്രത്യേകിച്ചും യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, ചെറിയ പയ്യന്മാരാണ്. കാരണം ഇയാൾ തന്നെ, വേടൻ തന്നെ തന്റെ പരിപാടിക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സിന്തറ്റിക് ഡ്രഗ് ചെകുത്താനാണ്, അത് ഉപയോഗിക്കരുത്. നിങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന്. അപ്പോൾ ചേട്ടൻ പറയുകയാണ് എന്ന രൂപത്തിലാണ് ഈ വേടൻ ഉപദേശം കൊടുത്തിരുന്നത്. ആ വേടനാണ് ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പുറത്ത് വേടനെതിരെ വേറൊരു തരത്തിലുള്ള ശത്രുക്കളുടെ ഒരു സംഘമുണ്ടെന്നും അവരാണ് ഇതിന് പിന്നിലെന്നും എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രതികരണം ഞാൻ വായിക്കാം. ആരുടെയൊക്കെയോ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിസന്ധിക്ക് വേടനെ പോലുള്ളവരെ കുരുക്കുന്നതിൽ ചില അജണ്ടകളുണ്ടോ എന്ന് സംശയം തോന്നുന്നു. എക്സൈസും പോലീസും മാധ്യമങ്ങളും കുറച്ചുകൂടി അവധാനതയോടെ ഇക്കാര്യങ്ങളെ സമീപിക്കണം. സ്വന്തം മേഖലയിൽ കഴിവ് തെളിച്ച, സമൂഹത്തിനോ വ്യക്തികൾക്കോ ഒരു ദ്രോഹമോ ശല്യമോ ചെയ്യാത്ത മനുഷ്യരെ നാർക്കോട്ടിക് തലവന്മാരെ കീഴ്പ്പെടുത്തിയെന്ന മട്ടിൽ പിടിച്ച് പ്രദർശിപ്പിച്ച് വാർത്ത ചമച്ച് മയക്കുമരുന്ന് വേട്ട എന്ന ലേബലിൽ കാട്ടിക്കൂട്ടുന്നത് സത്യത്തിൽ ചില മോറലിസ്റ്റുകളെ സുഖിപ്പിക്കാമെന്നല്ലാതെ പണി വേറെ തന്നെ എടുക്കേണ്ടി വരുമെന്ന് ഇവർക്കൊക്കെ അറിയാഞ്ഞിട്ടാണോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് ഇതൊരു ലഹരി വേട്ട എന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന്. ഇതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ലഹരി വേട്ട എന്ന രൂപത്തിലേക്ക് എത്താവുന്ന വലിപ്പം ഇതിനുണ്ടോ എന്ന്. അല്ല, സംസ്ഥാന ഗവൺമെൻറ് ഈ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് യാതൊരു പ്രചരണവും നടത്തിയിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ രാവിലെ മുതലേ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ചർച്ച സംഘടിപ്പിക്കുന്നത്, അതിൻ്റെ ദൃശ്യങ്ങൾ തുടരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കേട്ടതൊന്നും സംസ്ഥാന ഗവൺമെൻറ് PRD മുഖേന ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത്, ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു, ഇതെല്ലാം പണം കൊടുത്തിട്ട് ഫ്ലക്സ് അടിച്ച് വെക്കുന്നതൊക്കെയാണ് നിങ്ങൾ പറയുന്ന കേട്ട തോന്നുക. ഇതൊക്കെ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ, ഇതാരാണ് കൊടുക്കുന്നത് എന്നൊക്കെ. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലീസ് പറയാതെ എത്തിയതല്ലോ. പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോദിക്കുകയും പോലീസ് തന്നെ ബൈക്ക് കൊടുക്കുകയും പോലീസ് തന്നെ പറയുകയുമാണ്. ഇവരെ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ വേടനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ? കുറേ ആളെ പിടിച്ചിട്ടില്ലേ? വേടനെ പിടിക്കുന്നത് എന്തുകൊണ്ട് വാർത്തയാവും ചോദിച്ചാൽ, വേടൻ ലക്ഷക്കണക്കിന് ആളുകളെ അല്ല, രണ്ടും നിങ്ങൾ തന്നെ പറയില്ല. നിങ്ങളെ വർത്തമാനം കേട്ടതൊന്നും ഞങ്ങൾ ഗവൺമെൻറ് വേടനെ പോലെ ഒരാളെ പിടിച്ചിട്ട് അനാവശ്യമായി പിടിച്ചിട്ട് ഇങ്ങനെ ഇത് വലിയ ലഹരിക്കാരനാണ് എന്ന് പ്രദർശിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ ആദ്യം പറഞ്ഞതിൻ്റെ ധ്വനി. നിങ്ങൾ അവിടെയാണ് നിങ്ങൾ മുൻതൂക്കം കൊടുത്തത്. പോലീസ് ഇതിനെ അവതരിപ്പിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. ലഹരി വേട്ട എന്ന രൂപത്തിൽ പറയാൻ മാത്രം വലിപ്പമുണ്ടോ? ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം താങ്കൾ കേട്ടല്ലോ, കേട്ട ശേഷം പറയൂ. സ്മൃതി, അല്ല എന്നെ പറയാൻ അനുവദിക്ക്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി, എൻഫോഴ്സ്മെൻ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ ദിവസത്തിനിടയിൽ നിരവധി ആളുകളെ പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്, അളവിൻ്റെ നിയമപരമായ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിട്ടയച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് വാർത്തയാവുന്നു? അപ്പോൾ നിങ്ങൾ പറയുന്നതാണ് ഇയാളെപ്പോലുള്ള ചെറിയ കുറച്ച് മാത്രം ഉപയോഗിച്ച ആളുകളെ ഉപയോഗിച്ച്. ഞാനല്ല, എനിക്ക് വാർത്തയാവുന്നതിൽ അത്ഭുതമില്ല സ്മൃതി. ഇത് വാർത്തയാവുന്നതിൽ എനിക്ക് ബേജാറില്ല. എനിക്ക് ഇത് വാർത്തയാവുന്നതിൽ നിങ്ങൾക്കാണ് ആശങ്ക. മനസ്സിലായില്ലേ? ഞാനിത് പറഞ്ഞത് അതാണ്. ഇത് വാർത്തയാവുന്നതിൽ നിങ്ങളെപ്പോലുള്ള വലിപ്പമുള്ള വാർത്തയാണ് എന്ന മട്ടിൽ പോലീസ് അവതരിപ്പിക്കുന്നുണ്ടോ എന്ന സംശയം താങ്കൾക്കുണ്ടോ? സ്വയം തിരിഞ്ഞിട്ട് നിങ്ങളുടെ ഡെസ്കിൽ ചോദിക്കേ. രാവിലെ മുതൽ നിങ്ങളുടെ ചാനലിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ പോലീസ് എന്താണ് ഈ പറയുന്നത്? ഒന്നുമല്ല. നിങ്ങളിവിടെ സമർത്ഥിക്കാൻ വേണ്ടി നോക്കുന്നത് സംസ്ഥാന സർക്കാർ, എൻഫോഴ്സ്മെന്റ് എല്ലാം പരാജയമാണ്, വേടനെ പോലെയുള്ള നിഷ്കളങ്കരായിട്ട് കുറച്ച് ആളുകളെ പിടികൂടിയിട്ട് വലിയ വാർത്ത ഉണ്ടാക്കുന്നു എന്നാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത്. വേടനെ പോലുള്ള ആളുകളെ പിടികൂടുമ്പോ സ്വാഭാവികമായിട്ടും ഏത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഏത് ഉന്നതനായി കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ അപകടമാണ് എന്നൊരു സന്ദേശമാണ് സമൂഹത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ വാർത്ത കൊടുത്താൽ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വാർത്ത വരട്ടെ. അപ്പോൾ ഏത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആളായി കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും. അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് സമൂഹം വിലയിരുത്തട്ടെ. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പോകാനുണ്ട്. ഈ തസ്ലീമ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ ശ്രീനാഥ് ബാസിയിലേക്ക്, ഈ ഷൈൻ ടോം ചാക്കോയിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ്?
ഇപ്പം എൻ്റെ സഹപാനലിസ്റ്റായിട്ടുള്ള ലീഗിൻ്റെ നേതാവ്, യൂത്ത് ലീഗിൻ്റെ നേതാവ് പറഞ്ഞല്ലോ, അയ്യോ ഇവിടെ ഒന്നും നടക്കുന്നില്ല, തസ്ലീമയെ പിടിച്ചിട്ട് എന്തായി എന്ന്. തസ്ലീമയെ പിടിച്ചത് കൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയിലേക്ക് എത്തിയത്, തസ്ലീമയെ പിടിച്ചത് കൊണ്ടാണ് മറ്റേ ഭാസിയിലേക്ക് എത്തിയത്, തസ്ലീമയെ മറ്റൊരാളെ തെരഞ്ഞു പോയപ്പോൾ അവരുടെ രജിസ്റ്ററിൽ പേര് കണ്ടുപോയി പോലീസ് പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞതല്ല. ഇതിന്റെ ഉറവിടം അങ്ങനെയൊക്കെ പിടിക്കും. അതിനെന്താ, തേടിപ്പോകുന്ന സമയത്ത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു കേസ് കണ്ടാൽ അതും പിടിക്കും. അതിനെന്താ സംശയം, അതിനെന്താ പ്രശ്നം? തസ്ലീമയുടെ ഭർത്താവിനെ പിടിച്ചില്ലേ? എവിടെ നിന്നാണ് പിടിച്ചത്? തമിഴ്നാട്ടിൽ പോയിട്ടാണ് പിടിച്ചത്. തമിഴ്നാട്ടിൽ സാഹസികമായിട്ടാണ് പോലീസ് പിടിച്ചത്. ആ പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് എവിടെ നിന്ന് കണ്ടെത്തി? തസ്ലീമയുടെ ഭർത്താവ് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനമാണ്, ആർക്കൊക്കെ കൊടുത്തു, എങ്ങനെയാണത് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്, ഏത് വഴിയിൽ കൂടിയാ? എയർപോർട്ട് വഴി വരുന്നുണ്ട്, സീപോർട്ട് വഴി വരുന്നുണ്ട്. എയർപോർട്ട് വഴിയും സീപോർട്ട് വഴിയും ആരാ തടയേണ്ടത്? അതിനെക്കുറിച്ച് ഒരു അക്ഷരം നിങ്ങൾ ഇത്ര സമയത്ത് പറഞ്ഞോ? അപ്പോൾ ഇതെല്ലാം ഇത് സംസ്ഥാന ഗവൺമെൻറ് എന്തോ ഒരു പരാജയത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പുറപ്പെടരുത്. കേരളത്തിൽ രാജ്യത്തിനാകെ മാതൃകയാവുന്ന വിധത്തിലുള്ള ലഹരി വേട്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സിനിമാ നടന്മാരെ ആയിക്കഴിഞ്ഞാലും ഏത് വലിയ പാട്ടുകാരനായി കഴിഞ്ഞാലും എല്ലാവരുടെയും അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ പറയുന്നത് അയ്യോ കുറച്ച് കഞ്ചാവല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്. കുറച്ച് കഞ്ചാവ് ഉള്ളിടത്ത് കുറച്ചല്ലേ പിടിക്കാൻ പറ്റുമോ? പിന്നെ കൂടുതൽ പിടിക്കാൻ പറ്റുമോ? എനിക്ക് മുന്നേ സംസാരിച്ച ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞു ഇവിടെ ഒന്നും നടക്കുന്നില്ല, എന്താ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന സന്ദേശം എന്താണ് എന്ന്. ഒരു സന്ദേശവും ഇല്ല. പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞാൽ കേന്ദ്ര നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ കാര്യങ്ങൾ പോകാൻ കഴിയൂ? പെട്ടെന്ന് വെടിവെച്ച് കൊല്ലണം ആഹ്വാനം ചെയ്യാൻ കഴിയോ? നമ്മളാരെയും കൊല്ലുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. വലിയ അളവിൽ ഇവിടെ എത്തിക്കുന്ന ആളുകൾ എവിടെ, വിതരണക്കാർ എവിടെ, ഇടനിലക്കാർ എവിടെ എന്നുള്ള ചോദ്യമാണ്. ഇത് ഉപയോഗിച്ച് മയങ്ങിക്കിടക്കുന്നവരെ പിടികൂടി കാണിക്കുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങളുടെ നിയമബോധത്തെ നിങ്ങൾ വെല്ലുവിളിക്കരുത്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം എത്ര ഗ്രാം കഞ്ചാവ് പിടിച്ചാലാണ് അറസ്റ്റ് ചെയ്യപ്പെടുക, എത്ര ഗ്രാമിൽ കൂടുതൽ പിടിച്ചാലാണ് റിമാൻഡ് ചെയ്യപ്പെടുക എന്നെല്ലാമുള്ള സാമാന്യ ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്റെ ഈ ചർച്ചയിൽ ഒരാൾ പറയുകയാണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും എന്ന ആശങ്ക. ഇതൊക്കെ ആളുകൾക്ക് അറിയാത്ത കാര്യമാണോ? ഇത് പുതിയ അറിയാത്ത കാര്യമാണോ? കളമശ്ശേരി കേസ് ഞാനല്ല അന്വേഷിക്കുന്നത്. എന്തായി അതിലെ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ കേന്ദ്രം കണ്ടെത്തി. അപ്പൊ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസ് വിട്ടോ? അപ്പൊ അത് ഞാൻ പറയാം. നിങ്ങൾ ആദ്യം ചോദിച്ചത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസാണ്. കളമശ്ശേരി കേസ് അളവിൽ കൂടുതലുള്ള 1.5 കിലോന്റെ കേസ് റഫറൻസ് ഉണ്ട്. എന്തായി? ഞാൻ ചോദിക്കും അതിന് ഉറവിടം എന്തായി? ചോദിച്ചല്ലോ, ചോദ്യം കഴിഞ്ഞല്ലോ. എത്ര കാലം കൊണ്ട് പിടിക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ. കളമശ്ശേരിയിലേക്ക് എങ്ങനെ കഞ്ചാവ് എത്തി, ഇത്ര എത്തിയിട്ടുണ്ടല്ലോ, എങ്ങനെ എത്തി എന്നത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ടി വി ചർച്ചയിൽ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ട് ഈ അന്വേഷണം അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനാണ്? കളമശ്ശേരി കേസ് ഉൾപ്പെടെയുള്ള 10,000 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുഹൃത്തെ, തർക്കിച്ച് ജയിക്കാൻ എന്തെങ്കിലും പറയുന്നത്, വെറുതെ തർക്കിച്ച് ജയിക്കാൻ എന്തെങ്കിലും വാദം ഉന്നയിക്കല്ല. ഞാൻ പറയുന്നത് കളമശ്ശേരി കേസിന്റെ അന്വേഷണം ക്ലോസ് ചെയ്തിട്ടില്ല. കളമശ്ശേരി കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. കളമശ്ശേരി കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളുടെ പിന്നാലെ കേരളത്തികൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോണ്ടിച്ചേരിയിൽ പോയിട്ട് ആളെ പിടിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയിട്ട് ആളെ പിടിച്ചിട്ടുണ്ട്. കർണാടകയിൽ പോയിട്ട് ആളെ പിടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോയിട്ട് സുൽത്താനെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ പുറത്തുള്ള വിവിധയിടങ്ങളിൽ പോയിട്ട് പോലീസ് അന്വേഷണം തുടർച്ചയായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ആളുകളെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് കളമശ്ശേരി എന്തോ കേസ് പിടിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ആ കളമശ്ശേരി കേസിന്റെ സോഴ്സ് കണ്ടെത്തിയിട്ടില്ല. ആ സോഴ്സ് കണ്ടെത്താത്തടത്തോളം കാലം നിങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്ന മാതിരി ഒന്നും വേണ്ട. Debate with Smriti Parithikar.